Hello. Good afternoon. Good afternoon, teacher. മൂന്നുപേരുണ്ടായിരുന്നുള്ളൂ ആ ക്ലാസ്സില്, കഴിഞ്ഞ ക്ലാസ്സില്? ടീച്ചർ ഞാനേ ഉണ്ടായിരുന്നു. ഒരാളുണ്ടായുള്ളൂ, രണ്ടാളും കൂടി വന്നു. ഓക്കെ, അപ്പോ നമുക്ക് തുടങ്ങാം. ക്ലാസ്സില് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതെടുത്തേ? മെഡിക്കൽ ടെർമിനോളജി തീർത്തു. ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നോ? ക്ലാസ്സിൽ പറഞ്ഞ ആൻസർ നമ്മള്? ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഓക്കെ, അപ്പോ ഒന്ന് വായിച്ചേ, ക്വസ്റ്റ്യനും ആൻസറൊക്കെ ഒന്ന് വായിച്ചേ. What is the root word used for windpipe? വിൻഡ് പൈപ്പിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്ക് ഏതായിരുന്നു? Bronch. Bronch. B-R-O-N-C-H. B-R-O-N-C-H. Bronch. What is the meaning of the root word? Carotid. Okay. Great arteries of the neck. A fraction in the metric system is meant for the root word dash. Cent. Cent. Okay. What is the meaning of the root word digit? Finger or toe. Okay. Which are the root words used which means written or record? Gram. അത്രയുണ്ടായിരുന്നു. ഗ്രാഫ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറഞ്ഞോണ്ടിരുന്നത്? നിങ്ങളോട് എന്ത് ചെയ്യാനാ പറഞ്ഞോണ്ട് വന്നേ? 2 ചാപ്റ്റർ നോക്കാൻ. 2 ചാപ്റ്റർ നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞു. ഏതൊക്കെ ചാപ്റ്ററാ നോക്കിയിട്ട് വരണമെന്ന് പറഞ്ഞേ? ഫാർമസി, ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, ഫാർമസി. നോക്കിയായിരുന്നു? എന്നിട്ട് സിമ്പിളാണോ? നോക്കി. അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എത്രത്തോളം നിങ്ങൾ നോക്കിയിട്ട് നോക്കട്ടെ. ഓക്കെ, എല്ലാവരും വേഗമായി ചാടിച്ചാടി ഉത്തരമൊക്കെ പറയണോട്ടാ. ഒരാൾ മാത്രം പറഞ്ഞോണ്ടിരിക്കരുത്, എല്ലാവരും കൂടി പറഞ്ഞോ, കുഴപ്പമൊന്നുമില്ല. എടുക്കട്ടെ. ഓക്കെ, നമ്മൾ എന്താ പറഞ്ഞത്? ആദ്യത്തെ ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകളെ പരിചയപ്പെട്ടു. ഏറ്റവും ആദ്യം തന്നെ ഹോസ്പിറ്റലിന് എത്ര ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെന്നാ നമ്മൾ പഠിച്ചേ? 3. ഏതൊക്കെയാണത് 3? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. ഇങ്ങനെ 3 ഡിപ്പാർട്ട്മെന്റുകളാണ് ഹോസ്പിറ്റലിലുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി
എല്ലാവരും ഒന്ന് പറയണേ. തുഷാര, ഷാരോൺ ഇല്ലേ അവിടെ? കുറച്ച് പിള്ളേരല്ലേ നിങ്ങളുള്ളൂ, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. നിങ്ങൾ അത് മ്യൂട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഇപ്പൊ ഞാൻ അല്ലല്ലോ ക്ലാസ് എടുക്കാൻ പോണേ, നിങ്ങൾ ഇങ്ങോട്ട് പറയിപ്പിക്കാൻ പോണേ ഞാൻ. അതുകൊണ്ട് അത് ഓണാക്കി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടി പറയോ എന്തെങ്കിലും ചെയ്തോട്ടെ, കുഴപ്പമില്ല. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിൽ ആദ്യത്തേത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ വരും? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഏതൊക്കെയാ? അതെ, ഒ പി ഡിയും ഐ പി ഡിയും ആണ്. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിനെ അഗൈൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ്. അതിന് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എത്രയായിട്ടാ ക്ലാസിഫൈ ചെയ്തേക്കണേ? 4 ആയിട്ട്. ഏതൊക്കെയാണ് ആ 4? ഓക്കെ, തെറാപ്യൂട്ടിക്, ജനറൽ, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ് എന്നിങ്ങനെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ വരും? ചികിത്സാ സംബന്ധമായിട്ടുള്ളത് ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ് എന്നിങ്ങനെ 3ആയിട്ടാണ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ തെറാപ്യൂട്ടിക് ഡിപ്പാർട്ട്മെന്റിനെ തരംതിരിച്ചിട്ടുള്ളത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴില് തെറാപ്യൂട്ടിക് എന്ന് പറയുന്ന വിഭാഗത്തിൽ വരുന്ന 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഫാർമസി, ഫിസിയോതെറാപ്പി ആൻഡ് ഡയറ്ററ്റിക്സ്. പിന്നീട് അതിന് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ജനറൽ എന്ന് പറയുന്നത്. ജനറലിന്റെ കീഴിൽ വരുന്നത് ഏതൊക്കെയാ? ഹൗസ്കീപ്പിംഗ്, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റെനൻസ്, മോർച്ചറി എന്നിങ്ങനെ ഇത്രയും ഡിവിഷൻസ് ആണ് 7 CSSD, ഹൗസ് കീപ്പിംഗ്, കിച്ചൺ, ലോണ്ടറി, സെക്യൂരിറ്റി, മെയിൻ്റെനൻസ് ആൻഡ് മോർച്ചറി എന്ന് പറയുന്നത്. വീണ്ടും ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റ് ആണ് സപ്പോർട്ടീവില് 3ആമത്തേത് വരുന്നത്. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിന്റെ 3ആമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഡയഗ്നോസ്റ്റിക്സ്. അതിൽ ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉള്ളേ? ലബോറട്ടറി, റേഡിയോളജി. ഓക്കെ, റേഡിയോളജിയും ലബോറട്ടറിയും. അതായത് നമ്മൾ ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്നത് എന്താ പറയാ, ഇപ്പൊ ചില ടെസ്റ്റുകളൊക്കെ നടത്തി ചികിത്സിക്കണമെങ്കിൽ, അതായത് എന്ത് രോഗത്തിന് ചികിത്സ കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അറിയണം എന്തിനാണ്. ഇപ്പൊ കുറെ ദിവസം ഇങ്ങനെ പനി വന്നു, മരുന്ന് കൊടുത്തിട്ടൊന്നും മാറുന്നില്ല, അപ്പൊ അത് ചിലപ്പോ സാധാരണ പനിയല്ല, വേറെ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും എന്ന് അറിയണമെങ്കിൽ അതിന് ചില ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. അത് 2 രീതിയിലുള്ള ടെസ്റ്റുകളാണ് ഉള്ളത്. പ്രധാനമായിട്ടും ലബോറട്ടറി, ലാബിൽ നമ്മുടെ ശരീരത്തിനകത്ത് നിന്നും എന്തെങ്കിലുമൊക്കെ ഫ്ലൂയിഡ്സ്, ബ്ലഡ് ഫ്ലൂയിഡുകളൊക്കെ എടുത്തിട്ട് നടത്തുന്ന ടെസ്റ്റ് ആകാം. റേഡിയോളജി ശരീരത്തിനകത്തോട്ട് കടത്തിവിട്ട് എന്താ പറയാ, ചെറിയ എന്താ പറയാ, നമ്മൾ പഠിച്ചിരുന്നു സ്പെക്ട് അതുപോലെ തന്നെ പെറ്റ് എന്നീ 2 തരത്തിലുള്ള ചെറിയ ക്യാമറാസ് ഇന്ന് ഡോക്ടേഴ്സ് അവരുടെ സ്പെഷ്യലി ഡിസൈൻഡ് ക്യാമറാസ് ആണ് അതിനുവേണ്ടി ഉപയോഗിക്കുക. അത് എന്താ പറയാ, ശരീരത്തിലെ IV കാനുലയിലൂടെ ഒക്കെ വിട്ടിട്ടൊക്കെ ആണ് ഇത് ഡയഗ്നോസിസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റിംഗ് രീതികൾക്ക് വേണ്ടിയിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ലബോറട്ടറിയും റേഡിയോളജി. പിന്നെ അടുത്തത് അതിന്റെ 4ആമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഇത് ഇൻഫോർമേറ്റീവിനെ വീണ്ടും 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇൻഫോർമേഷൻസ് ആണ് ഹോസ്പിറ്റലിൽ നിന്ന് അവൈലബിൾ ആകണ്ടേ? അവിടുത്തെ റിസോഴ്സസിനെ കുറിച്ച്, പിന്നെ അവിടുത്തെ ഇൻഫോർമേഷൻ ടെക്നോളജി, അതായത് ഹോസ്പിറ്റലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ്, ഒരുപാട് റെക്കോർഡ്സ് സൂക്ഷിച്ചിട്ടുണ്ടാകും. എക്സാമ്പിള് റെക്കോർഡ്സ് ഓഫ് ദ പേഷ്യന്റുമാരുടെ റെക്കോർഡ്സ് ആയിരിക്കാം. അവിടെ ഹോസ്പിറ്റലിനകത്തുള്ള പലതരത്തിലുള്ള അസറ്റുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് മെഷീനറീസ് ഒക്കെ ഉണ്ടാകും. അതിന്റെ റെക്കോർഡ്സ് ആകാം, മരുന്നുകളുടെ റെക്കോർഡ്സ് ആകാം, സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കുന്നതിന്റെ റെക്കോർഡ് ആകാം. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് IT എന്ന് പറയുന്നത്, ഇൻഫോർമേഷൻ ടെക്നോളജി. അടുത്തത് നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ 3ആമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റീവിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 3. ഏതൊക്കെയാണത് 3? അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്. അതെ, അഡ്മിനിസ്ട്രേറ്റീവ്, ഫിനാൻസ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ ആണ്, ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഫിനാൻസ് അത് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ. ഹ്യൂമൻ റിസോഴ്സസ് അവിടെയുള്ള എംപ്ലോയീസ്, സ്റ്റാഫ്, എല്ലാ ലെവൽ ഓഫ് ജോലിക്കാർ, ഏത് ലെവലിലുള്ള ജോലിക്കാർ, എംപ്ലോയീസ് ആയിക്കോട്ടെ, അവരുടെ മൊത്തത്തിലുള്ള മാനേജ്മെന്റ്, അതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പൊ നോക്കാം, അടുത്തത് നമ്മൾ പഠിച്ചത് ഇതിനകത്ത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ
പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു ഇവിടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് OPD IPD എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസിഫിക്കേഷൻ ആണ് ഇനി നമ്മൾ വീണ്ടും അതിനെ ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. എന്താ പറയാ, ഡീറ്റെയിൽഡ് ആയിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും. അപ്പൊ ഇൻപേഷ്യന്റിൽ കിട്ടുന്ന സർവീസസ് എന്തൊക്കെയാണ്, ഔട്ട് പേഷ്യന്റിൽ കിട്ടുന്ന സർവീസസ് എന്തൊക്കെയാണ്? ഇൻപേഷ്യന്റിൽ എന്തൊക്കെ സേവനങ്ങളാണ് കിട്ടുന്നത് ഒരു ഹോസ്പിറ്റലില്? ലേബർ റൂം ആൻഡ് മെറ്റേണിറ്റി ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂം ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ്, ഇതൊക്കെ ഒരു ഹോസ്പിറ്റലിന്റെ ഇൻ സർവീസസ് ആണ്. ഇൻ പേഷ്യന്റ് കിടന്ന് ചികിത്സിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ പേഷ്യൻസിന്, അവിടെ കിടപ്പ് രോഗികൾക്ക് കിട്ടേണ്ട പലതരത്തിലുള്ള സേവനങ്ങൾ, എല്ലാവർക്കും ഈ എല്ലാ സേവനവും കിട്ടണമെന്നല്ല, ആവശ്യം വേണ്ട സാഹചര്യങ്ങളിൽ സാഹചര്യം അനുസരിച്ച് അവർക്ക് ഈ പറയുന്ന ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സേവനങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പൊ പേഷ്യന്റിന് റൂമുകള്, പിന്നെ പേഷ്യന്റുകൾക്ക് വാർഡുകള്, സെപ്പറേറ്റ് ഒരു റൂം വേണം. അതിനുള്ള ഫിനാൻഷ്യൽ ഇത് സമ്മതിക്കുന്നില്ല എങ്കിലും വാർഡുകളിൽ അത്രയും റേറ്റ് ഇല്ല, അതുകൊണ്ട് അത് കുറഞ്ഞ രീതിയിൽ പേഷ്യന്റിനെ ചികിത്സിക്കണമെങ്കിൽ ആ രീതിയിൽ ആ പേഷ്യന്റിന് വാർഡ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് വേണ്ട സമയത്ത് അത്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ് വേണ്ട സമയത്ത് അത്, ലേബർ റൂമുകളാണ് ആവശ്യമെങ്കിൽ അത്, മെറ്റേണിറ്റി വാർഡുകളാണ് എങ്കിൽ പ്രസവശേഷമുള്ള ആളുകൾക്ക് കിടത്താനായിട്ട്, കുട്ടികളെയും അമ്മയൊക്കെ കിടത്താൻ വേണ്ടിയിട്ടുള്ള വാർഡുകൾ. അപ്പൊ ഇതൊക്കെയാണ് ഇൻപേഷ്യന്റ് സർവീസസിന് പ്രൊവൈഡ് ചെയ്യുന്ന സേവനങ്ങൾ. ഇനി ഔട്ട് പേഷ്യന്റിന് എന്തൊക്കെ സേവനങ്ങൾ കിട്ടാം ഒരു ഹോസ്പിറ്റലില്? കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡെർമറ്റോളജി, ഇയർ നോസ് ത്രോട്ട്, ജെറിയാട്രിക്സ്, gastroenterology, general surgery, hematology, obstetrics, pediatrics, neurology, oncology, ophthalmology. അപ്പൊ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകളാണ്. ഇതിപ്പോ നമ്മൾ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും കുറിച്ച് വിശദമായിട്ട് ഓരോ ഇത് പഠിച്ചു. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. കാഷ്വാലിറ്റിയും അതുപോലെ തന്നെ കാർഡിയോളജി, ഡെർമറ്റോളജി, ഇയർ നോസ് ത്രോട്ട്, ജെറിയാട്രിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, ജനറൽ സർജറി, ഹെമറ്റോളജി, ഒബ്സ്ട്രിക്സ്, പീഡിയാട്രിക്സ്, ന്യൂറോളജി, ഓങ്കോളജി ആൻഡ് ഒഫ്തോൾമോളജി. ഓരോന്നിനെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞതൊക്കെ നമ്മൾ വായിച്ചു പഠിച്ചിരുന്നു അല്ലെ? അപ്പൊ ഒന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഓരോന്നോരോന്നും നോക്കാം. എന്തൊക്കെയായിരുന്നു അത് എന്ന് കേട്ടതൊക്കെ ഒന്ന് വേഗം ഒന്ന് പറയാമോ? ഒന്നാമത്തേത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ OPD IPD ഡിവൈഡ് ചെയ്തിട്ട് അതിൽ OPD ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ ഈ പറഞ്ഞത്. അതാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ OPD എന്താണെന്ന് അറിയണം അതിന് മുമ്പ് അല്ലെ? എന്താണ് OPD എന്ന് പറഞ്ഞത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ only comes for consultation, only comes for consultation, not for admission. അത് പറഞ്ഞു. പിന്നെ കൺസൾട്ടേഷൻ വേണ്ടി മാത്രമാണ് പേഷ്യൻസ് വരിക, അഡ്മിഷന് വേണ്ടി അല്ല. പിന്നെ മെഡിസിൻ വേക്കൻസി 24 hours ഒരു ഹോസ്പിറ്റലിന്റെ ബൗണ്ടറീസിൽ 24 hours മാത്രമേ, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു ഡേയില് ഒരു ഹോസ്പിറ്റലിന്റെ ബൗണ്ടറിയിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഓൺലി ഡേ മാത്രമാണ്. ഒരു ഡേയിൽ മാത്രം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരിക. പിന്നെ കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും ഇവിടെ യൂഷ്വലി അപ്പോയിന്റഡ് ഫോർ ഹാൻഡിലിംഗ് OPD ഹാൻഡിൽ ചെയ്യുന്നത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ OPD പറഞ്ഞത് അല്ലെ? അപ്പൊ പ്രധാനമായിട്ട് പറഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, അതൊക്കെ കറക്റ്റ് ആയിട്ട്. വെരി ഗുഡ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ പേഷ്യൻസ് കംസ് ഓൺലി ഫോർ കൺസൾട്ടേഷൻ, നോട്ട് ഫോർ അഡ്മിഷൻ. ഒന്നാമത്തെ കാര്യം പറഞ്ഞതാണ്, ഹോസ്പിറ്റലില് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾ വരുന്നത് കൺസൾട്ടേഷന് വേണ്ടി മാത്രമാണ്, ഇൻ പേഷ്യന്റിനായിട്ടല്ല, അഡ്മിഷന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്താ പറയാ, പേഷ്യൻസ് വരുന്നത്, ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്നത് ഓൺലി ലാസ്റ്റ് ഫോർ എ ഡേ വിതിൻ ദ ബൗണ്ടറീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ബൗണ്ടറിയിൽ അവർ തങ്ങുന്നത് വെറും ഒരു ദിവസം മാത്രമാണ്. അതിൽ കൂടുതൽ ദിവസം നിന്നാൽ അതിന് ഇൻപേഷ്യന്റ് ആയി മാറുമല്ലോ. പിന്നെ ഔട്ട് പേഷ്യന്റ് ഒരു സ്പെസിഫിക് ടൈം പീരീഡിലാണ് അത് റൺ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കേട്ടാ. ഒരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ടായിരിക്കും ഔട്ട് പേഷ്യന്റിന്. OP വിഭാഗം പ്രവർത്തിക്കുന്ന ഒരു സ്പെസിഫിക് ടൈം ആയിരിക്കും. 8 മുതൽ 5 വരെയെന്നോ അല്ലെങ്കിൽ 9 മുതൽ 6 വരെയെന്നോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ടൈം ഉണ്ടായിരിക്കും. അത് അവരുടെ ഓരോ ഹോസ്പിറ്റൽ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പിന്നെ പറഞ്ഞത് കൺസൾട്ടേഷൻ ഡോക്ടേഴ്സ് ആയിരിക്കും ഈ ഒരു വിഭാഗം ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. അടുത്തത് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളാണ് പരിചയപ്പെട്ടത്. ഒന്നാമത്തേത് കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിൽ എന്തൊക്കെ പഠിച്ചു?
It is also known as accident or emergency department. അതിന് ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്നും പേരുണ്ട്. They work around the clock. ഇത് റൗണ്ട്സ് അറൌണ്ട് ദ ക്ലോക്ക് 24 hours ഇവിടെ സേവനം ലഭ്യമാണ്. പിന്നെ handle the patients who are in critical situation. ഇവിടെ വരുന്ന പേഷ്യൻസ് who are in critical situation, വളരെ അതിഗുരുതരമായ ഒരു അവസ്ഥയിലുള്ള ആളുകളെയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരിക. പിന്നെ immediate care കൊടുത്തിട്ട് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റിലോട്ട് വെരി ഗുഡ്. ഇമ്മീഡിയറ്റ് ട്രീറ്റ്മെന്റ് ഈ ഒരു വിഭാഗത്തിൽ കൊടുത്തിട്ട് ശേഷം മാത്രമാണ് ഏത് സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇവർ മാറ്റണമെന്ന് തീരുമാനിച്ച് അങ്ങോട്ടേക്ക് മാറ്റുക അല്ലെ. അപ്പൊ ഫസ്റ്റ് കെയർ ഇവിടെ കൊടുക്കണം. കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ആളുകളെ ഇവിടെ പ്രത്യേകം ട്രീറ്റ്മെന്റ് ആദ്യം തന്നെ കൊടുക്കുക. ദെൻ ദേ വിൽ ബി ഹാൻഡഡ് ഓവർ ടു ദ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെന്റ്. ഏത് പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഹാൻഡ് ഓവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ ആ രോഗത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അങ്ങോട്ടേക്ക് മാറ്റുക. ഇപ്പൊ കൈയും കാലം ഒടിഞ്ഞിട്ടോ ഇതൊക്കെ ആയിട്ട് ആക്സിഡന്റ് ഒക്കെ ആയിട്ട് വരുന്നതെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി ഏത് ഭാഗത്താണ്, ഫ്രാക്ഷൻസ് ആണോ കൂടുതൽ, ബ്രെയിൻ ആണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അതാത് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു രോഗിയുടെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ടാണ് പ്രത്യേക ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റുക കേട്ടാ. പിന്നെ മാത്രമല്ല ഇതിനകത്ത് മറ്റൊരു കാര്യം പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഷുഡ് ബി വെൽ എക്യുപ്ഡ് വിത്ത് ഓൾ എക്യുപ്മെന്റ്സ്. 24 മണിക്കൂറും അത് വെൽ എക്യുപ്ഡ് ആയിരിക്കണം. എന്ത് എക്യുപ്മെന്റുകളൊക്കെയാണോ ഒരു എമർജൻസിയിൽ വേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരിക്കണം എല്ലാ സമയവും. എപ്പോഴാണ് രോഗിയെ കൊണ്ട് ആളുകൾ ഡോക്ടേഴ്സിന്റെ ഇവിടേക്ക് വരിക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഈ കുറച്ചു നേരത്തേക്ക് തൽക്കാലത്തേക്ക് ഇവിടെ നിർത്ത് വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി അത് അവിടെ കൊണ്ടുപോയി ഇട്ടു, പിന്നെ അത് അവിടെ നിന്ന് മറന്നുപോയി എന്ന് വിചാരിക്കാം. അന്നേരം പെട്ടെന്നൊരു ആക്സിഡന്റ് മറ്റ് കേസുകൾ എത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരാളെ കൊണ്ടുവന്നു ആ ഒരു എക്യുപ്മെന്റ് അവിടെ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും സംഭവിക്കാൻ ഇടയുണ്ട്. കുറച്ച് സമയമൊക്കെ മതിയല്ലേ. അപ്പൊ അതുകൊണ്ട് അത്തരം സാവകാശങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ടാണ് പറയാ എന്ത് എമർജൻസി സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എക്യുപ്മെന്റുകൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഓക്സിജൻ ആയിരിക്കാം അതവിടെ ഉണ്ടാവണം. അല്ലാതെ അപ്പുറത്തെ മുറിയിലേക്കാണെങ്കിൽ അവിടെ ഒരു പേഷ്യന്റിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കണം എന്ന് പറയാനൊന്നും പാടില്ല. അവിടെ ഇതെല്ലാം വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കാഷ്വാലിറ്റി വിഭാഗമായിരിക്കും. എമർജൻസി ആൻഡ് ആക്സിഡന്റ് ആൻഡ് എമർജൻസി വിഭാഗമായിരിക്കണം പ്രവർത്തിക്കേണ്ടത് 24 മണിക്കൂർ. ഒരു മിനിറ്റ് പോലും അവിടുന്ന് എങ്ങോട്ടേക്കോ മറ്റ് എക്യുപ്മെന്റുകൾ കൊണ്ടുപോകാൻ പാടില്ല. പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു? ഞാൻ പറഞ്ഞു പറയുന്നതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ നോക്കി ഓക്കെ, കാർഡിയോളജി ആണ്. കാർഡിയോളജിയിൽ എന്തൊക്കെ പറഞ്ഞു നമ്മള്? ഹ്യൂമൻ ഹാർട്ട് അല്ലെങ്കിൽ സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരു വിഭാഗമാണ് ഇവിടെ. പിന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഹാർട്ട്. ഹാർട്ടിന്റെ എല്ലാ തരത്തിലുള്ള ഡിസോർഡേഴ്സും ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്. ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റുമായിട്ടും ഇവിടെ സേവനം ലഭ്യമായിരിക്കും. സർജിക്കൽ ട്രീറ്റ്മെന്റ് അതിന് മുമ്പുണ്ടല്ലോ. ബിഗ്ഗസ്റ്റ് ഏരിയ ഹാർട്ട് ഡിസീസസിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ ആയിട്ടുള്ള കൊറോണറി ആർട്ടറി ഡിസീസസ് അല്ലെ, അതിവിടെയാണ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ, ഹാർട്ടിന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഏരിയ ആണ് കൊറോണറി ആർട്ടറി ഡിസീസ്, CAD എന്ന് പറയുന്നത്. CAD ഈ വിഭാഗത്തിലാണ് ഹാൻഡിൽ ചെയ്യപ്പെടുന്നത്. CAD-യുടെ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു 2 എണ്ണം. ഏതൊക്കെയാ? കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അല്ലെ. എന്താണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നോട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ? It is a surgical procedure to treat coronary artery disease. കൊറോണറി ആർട്ടറി ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഒരു സർജറി പ്രൊസീജിയറിനെയാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞത്. അതെങ്ങനെയാ ചെയ്യാം, അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇല്ലേ? പറഞ്ഞതില്ലേ? കേട്ടില്ല? നമ്മള് എഴുതി വെച്ചിട്ടില്ല നോട്ടില്? Chest pain. അതേതാ? ആൻജൈനല്ലേ? ചെസ്റ്റ് പെയിൻ. ഈ കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് എന്തിനാ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, അത് തന്നിട്ടില്ല?
can relieve chest pain caused by PAD and increase life expectancy. അത്ര എഴുതിയിട്ടുള്ളൂ. അത്ര എഴുതിയിട്ടുള്ളൂ. അതായത് എന്താണ് നമ്മളുടെ ചെസ്റ്റ് പെയിൻ, അതായത് ഈ ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നതില്ലേ ഈ ആർട്ടറീസില് എന്താ പറയാ കളക്ട് ചെയ്യപ്പെടുന്ന പ്ലാക്സ്, അതായത് ഒരു തരം കട്ടിയായ പ്ലാക്സ് ഇല്ലേ, അത് ഇങ്ങനെ വന്ന് അടിഞ്ഞുകൂടി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കൂടുതൽ ഭയങ്കര അധികമായിട്ട് ഫാറ്റ്സും കൊളസ്ട്രോളൊക്കെ കൂടുതലുണ്ടാവുമ്പോൾ, കൊഴുപ്പ് നിറഞ്ഞ ആഹാരങ്ങളൊക്കെ കൂടുതൽ കഴിക്കുമ്പോഴേ ഇതൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്ന നമ്മുടെ ഈ രക്തക്കുഴലുകളുടെ ഭിത്തിയിൽ വന്ന് അടിഞ്ഞുകൂടും പ്ലാക്സിന്റെ രൂപത്തിൽ. പ്ലാക്ക് PLAQUES. അപ്പൊ അത് എഴുതിയില്ല, എഴുതിയിട്ടുണ്ട്. അതാ പറഞ്ഞേ. അപ്പൊ അതും ഇങ്ങനെ വന്ന് അടഞ്ഞടഞ്ഞ് കൂടുമ്പോ എന്ത് പറ്റൂന്ന് അറിയാമോ, അത് നമ്മളുടെ ഹാർട്ടിലേക്ക് എന്താ പറയാ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു ഫോഴ്സ് അതൊക്കെ കുറയ്ക്കും. അതിങ്ങനെ വന്ന് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് കൂടുമ്പോ അതിന്റെ ദ്വാരം കുറയുമല്ലോ, കുഴലിന്റെ ആ ഒരു ഭിത്തിയുടെ ദ്വാരം കുറയുമ്പോ ഇത് കടന്നു പോകാനുള്ള. അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യും, ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടും. അപ്പൊ ആ ചെസ്റ്റ് പെയിൻ അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വരുന്ന പ്ലാക്സിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് പാസ് ചെയ്യുന്ന ആ ഒരു കുഴലുകൾ വികസിക്കുകയും അതുപോലെ തന്നെ അത് നന്നായി പാസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ CAD പോലെയുള്ള അതൊക്കെ ഇങ്ങനെ കുറെ വന്ന് അടിഞ്ഞുകൂടി ഒട്ടും ഭയങ്കര ഇതായിട്ട് ബ്ലോക്ക് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ പമ്പ് ചെയ്യപ്പെടില്ല. അങ്ങനെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള സംഭവമൊക്കെ വരുന്നത് കേട്ടോ. മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഒക്കെ വരുന്നത് അതുകൊണ്ടാണ്. അപ്പൊ അത് വരുന്നതിന് മുമ്പ് തന്നെ ചിലർക്ക് അത് അതിന്റെ സിംറ്റംസ് കുറച്ച് അടിഞ്ഞൊന്ന് കൂടുമ്പോ തന്നെ കാണിക്കും. അപ്പൊ അത് സിംറ്റംസ് കാണിക്കുമ്പോ എന്ത് പറ്റും, അത് നമുക്ക് നെഞ്ചുവേദനയൊക്കെ അനുഭവപ്പെടും. അപ്പൊ നമ്മളത് പോയി ചികിത്സിച്ച് അത് മാറ്റിക്കളയും, അത് റിമൂവ് ചെയ്തില്ല. അത് ഈ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റിലൂടെയാണ് നടത്തുക. കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗിലൂടെയാണ് അത്തരം സർജറീസ് നടത്തുക. അത് നമ്മുടെ ഈ നെഞ്ചുവേദന റിലീഫ് ആക്കാനും ആശ്വാസം തരാനും നമ്മളുടെ ലൈഫ് എക്സ്പെക്ടൻസി വർദ്ധിപ്പിക്കാനും ഒക്കെ സാധ്യതയാക്കും. എന്ന് വെച്ചാൽ അതിങ്ങനെ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ വന്ന് നിന്ന് പെട്ടെന്ന് ബ്ലോക്ക് ആയി പോവുകയും അത് ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ടേക്ക് ഇല്ലാതെ പമ്പ് ചെയ്യപ്പെടാതെയൊക്കെ ആവുമ്പോൾ ഓക്സിജന്റെ അളവ് കുറയും, ബ്ലഡിലൊക്കെ അന്നേരം അറ്റാക്ക് വരും അല്ലെ. അപ്പൊ അതാണ് ഇത് എന്ന് പറയുന്നത്. പിന്നെ ആൻജൈനയും പറഞ്ഞല്ലോ, നമ്മൾ ആൻജൈന എന്താന്ന് പറഞ്ഞേ, അത് പറഞ്ഞോ നോക്കിയേ. സിവിയർ പെയിൻ ഇൻ ചെസ്റ്റ്. സിവിയർ സ്പ്രെഡിങ് ടു ദ ഷോൾഡേഴ്സ്, ആർംസ് ആൻഡ് നെക്ക്. ഭയങ്കര ശക്തിയായിട്ടുള്ള ആ രോഗമാണത്. ആൻജൈന എന്ന് പറയുന്നത് ഭയങ്കര ശക്തിയായിട്ടുള്ള നെഞ്ചുവേദനയാണ്. അത് പിന്നീട് ആ നെഞ്ചുവേദന അങ്ങനെ വന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ അതിങ്ങനെ സ്പ്രെഡ് ചെയ്യും. ഒന്നില് ഷോൾഡേഴ്സിലേക്കും പിന്നെ നമ്മുടെ കഴുത്തിലേക്കും ഒക്കെ ഇങ്ങനെ കയ്യിലേക്കും ഒക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്ത് പതുക്കെ വരും. അത് ഇതുപോലെ തന്നെ ഇനാഡക്വേറ്റ് ബ്ലഡ് സപ്ലൈ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. ആവശ്യത്തിന് ബ്ലഡ് സപ്ലൈ ഹാർട്ടിലേക്ക് വരാത്തത് കൊണ്ടുണ്ടാകുന്ന ശക്തിയായ വേദന, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ആൻജൈന എന്ന് വിളിക്കുക. അപ്പൊ ഇതൊക്കെ ഇവിടെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ കാർഡിയോവാസ്കുലർ സർജറി എന്ന് പറയുന്നത് ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അല്ലെ, കാർഡിയോവാസ്കുലർ സർജറി. അപ്പൊ അത് വേണമെങ്കിൽ ചോദിക്കാം, ഡാഷ് ഡീൽസ് വിത്ത് ദ സർജറി ട്രീറ്റ്മെന്റ് ഓഫ് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിന്റെയും ഹാർട്ടിന്റെയും ഒക്കെ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഡാഷ് ഡീൽ ചെയ്യുന്നത്. ഏതാണത്? കാർഡിയോവാസ്കുലർ സർജറി. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പറഞ്ഞത് കാർഡിയോളജിയില്? സർജറി ഇൻവോൾവ്സ് എന്തൊക്കെ സർജറിയാണ് കാർഡിയോവാസ്കുലർ സർജറിയിൽ ഉൾപ്പെടുന്നത്? കാർഡിയാക്ക് സർജറി ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കണേ. അവിടെ നടത്തുന്ന സർജറിയിൽ ഏതൊക്കെയാണ്? ബൈപ്പാസ് സർജറി, വാൽവ് റിപ്പയേഴ്സ്, വാൽവ് റീപ്ലേസ്മെന്റ്, സർജറി ഫോർ കൺജനിറ്റൽ ഡിഫെക്ട്സ്. ഈ കൺജനിറ്റൽ ഡിഫെക്ട്സ് എന്താണെന്ന് പറഞ്ഞല്ലോ അല്ലെ. അത് വൺ ഓർ മോർ പ്രോബ്ലംസ് വിത്തിൻ ദ ഹാർട്ട് ഡ്യൂറിങ് ബർത്തിന്റെ സമയത്ത് തന്നെ നമുക്ക് ജന്മന തന്നെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ. അതൊക്കെ ചിലതൊക്കെ നമുക്ക് സർജറി കൊണ്ട് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വാസ്കുലർ ഡീൽസ് വിത്ത് ഡിസീസ് ഓഫ് ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇതൊക്കെ ഇവിടെയാണ് ട്രീറ്റ് ചെയ്യുന്നത് സർജറിയിലൂടെ. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതേതായിരുന്നു? പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ അല്ലെ. പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്താണ്? പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. പേസ് മേക്കർ എന്ന് പറഞ്ഞിരുന്ന ഒരു ചെറിയൊരു ബാറ്ററി ലൈക്ക് ഒരു സാധനമാണ്. അത് നമ്മളുടെ ഹാർട്ട് ബീറ്റ് വളരെ താഴേക്കൊക്കെ പോകുമ്പോൾ അതൊരു ഇൻഫോർമേഷൻ കൊടുക്കും. ആ ഒരു ബാറ്ററി അതില് സിഗ്നൽ കിട്ടും. എന്ത്? നമ്മുടെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ പോവുകയാണ്, താഴേക്ക് പോവുകയാണെന്നുള്ള ഇൻഫോർമേഷൻ അതിന്റെ സിഗ്നൽ വഴി കിട്ടും. അത് അപ്പൊ തന്നെ ബ്രെയിനിലേക്ക് പാസ് ചെയ്യും ആ ഇൻഫോർമേഷൻ. അപ്പൊ എന്ത് ചെയ്യും? അത് അപ്പൊ തന്നെ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും. അതിനെയാണ് പേസ് ചെയ്യാന്ന് പറഞ്ഞാൽ കറക്റ്റ് പൊസിഷനിലാക്കുക എന്നർത്ഥം.
അങ്ങനെ ആ ബ്ലഡ് എന്താ പറയാ ഹാർട്ട് ബീറ്റിനെ കറക്റ്റ് പേസിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഉപകരണമാണ്, ഒരു ബാറ്ററി ലൈറ്റ് ഒരു ഉപകരണമാണ് എന്തെന്ന് വിളിക്കുക, പേസ് മേക്കർ എന്ന് വിളിക്കുക. അത് നമ്മുടെ സ്കിന്ന്, ഇവിടെ ഈ നെക്കിന്റെ അവിടെയുള്ള സ്കിന്ന് കുറച്ചൊന്ന് ഇതാക്കിയിട്ട് അതിന്റെ അടിയിൽ കൂടി ഇവിടെ വെച്ച് കൊടുക്കുന്ന സംഭവമാണ്. സ്കിന്നിന്റെ അടിയിലാണ് വെച്ച് കൊടുക്കുക കേട്ടോ. ഉള്ളിലേക്ക് ഹാർട്ടൊന്നും തുറന്നിട്ട് വെച്ച് കൊടുക്കുന്ന സാധനമല്ല, സ്കിന്നിന്റെ അടിയിലാണ് ഈ ഒരു ചെറിയ ഒരു സംഭവം വെച്ച് കൊടുക്കുക. നമ്മുടെ ഹാർട്ട് ബീറ്റ് റെഗുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പേസ് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ സംഭവമാണ്. അതാണ് പേസ് മേക്കർ ഇംപ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. അതും പിന്നെ മാത്രമല്ല ട്രീറ്റ്മെന്റ് ഫോർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ എന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക്, ഈ ഒരു കാര്യവും എവിടെയാണ്, ഈ ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് ചെയ്യുന്നത്. അടുത്ത ഏതാ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ പറഞ്ഞേ? അനസ്തേഷ്യോളജി. ഇത് പറഞ്ഞ അനസ്തേഷ്യോളജിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? പ്രധാനമായിട്ടും 3 തരം അനസ്തേഷ്യ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഏതൊക്കെയായിരുന്നു? ജനറൽ അനസ്തേഷ്യ, ഓക്കെ, ജനറൽ, ലോക്കൽ ആൻഡ് റീജിയണൽ അനസ്തേഷ്യ. ഓരോന്നും ഏതൊക്കെ പർട്ടിക്കുലർ സമയത്താണ് കൊടുക്കണെന്നാണ് നമ്മളിവിടെ കണ്ടത്. ജനറൽ അനസ്തേഷ്യ പ്രധാനമായിട്ട് എന്തിനു ഉപയോഗിക്കണേ? സാധാരണ കൊടുക്കുന്ന ഒരു അനസ്തേഷ്യാണ്. അതായത് മെഡിക്കൽ ഡോക്ടേഴ്സ് സാധാരണ കൊടുക്കുന്നതാണ്. അത് നമ്മളുടെ ഒരു എന്തെങ്കിലും ഒരു മാസ്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ IV കാനുല ഉപയോഗിച്ചോ നമ്മളുടെ വെയിനിലാണ് അല്ലെ, നമ്മളുടെ ഞരമ്പിന് അവിടെ ഇഞ്ചെക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു തരം അനസ്തേഷ്യാണ്. അത് ജനറൽ ആണ്. ഇപ്പൊ നമ്മളുടെ എവിടെയെങ്കിലൊക്കെ കാലൊക്കെ കുറച്ച് അതിന്റെ ആഴത്തിലൊക്കെ മുറിഞ്ഞു കഴിയുമ്പോ അവിടെ സ്റ്റിച്ചൊക്കെ ഇടും അല്ലെ, ചില സ്റ്റിച്ചുകൾ ഇടും. അപ്പൊ സ്റ്റിച്ച് ഇടുമ്പോ ഇത്തരം ജനറൽ അനസ്തേഷ്യ ഒന്ന് മയക്കാൻ വേണ്ടിയിട്ടുള്ള അനസ്തേഷ്യ ആണ് കൊടുക്കുക. അതാണ് നമ്മളുടെ ജനറൽ അനസ്തേഷ്യ എന്ന് വിളിക്കുന്നത്. പിന്നെ ലോക്കൽ അനസ്തേഷ്യ എന്താണ്? സ്മോൾ ഏരിയാസിൽ യൂസ് ചെയ്യും. അതെ, സ്മോൾ ഏരിയയിൽ മാത്രം സെൻസേഷൻ ബ്ലോക്ക് ചെയ്തിട്ട് അല്ലെ, ബ്ലോക്സ് ദ സെൻസേഷൻ ഇൻ സ്മോൾ ഏരിയ, ഒരു ചെറിയ പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം സെൻസേഷൻ ബ്ലോക്ക് ചെയ്തിട്ട് കൊടുക്കുന്ന അനസ്തേഷ്യ ആണ് ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയുന്നത്. പിന്നെ ഇതാരാണ് സാധാരണ ഉപയോഗിക്കണേ? ഡെന്റിസ്റ്റുകളാണ് ഈ ലോക്കൽ അനസ്തേഷ്യ കൂടുതലായിട്ട് ഉപയോഗിക്കുക. വൈൽ കറക്റ്റിംഗ് ദ ജോസ് ഓർ ഗംസ്, അതായത് നമ്മുടെ ജോ കറക്റ്റ് ചെയ്യാൻ, താടിയലുകൾ കറക്റ്റ് ചെയ്യാൻ, പല്ല് കറക്റ്റ് ചെയ്യാൻ, ഗംസ് കറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇവരാണ് ഉപയോഗിക്കുക കൂടുതൽ. പിന്നെ ലാസ്റ്റത്തേത് റീജിയണൽ അനസ്തേഷ്യ. അതെന്നെ എന്താണ് പറഞ്ഞത്? ഈ എത്ര അനസ്തേഷ്യ നംസ് ദ സ്പെസിഫിക് പാർട്ട് ഓഫ് ദ ബോഡി, നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഭാഗം മുഴുവനും അങ്ങോട്ട് മരവിപ്പിച്ച് കളയുന്ന തരം അനസ്തേഷ്യാണ് റീജിയണൽ അനസ്തേഷ്യ. ഇത് പർട്ടിക്കുലർലി ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുക, ഏത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? സിസേറിയൻ സെക്ഷനിലാണ് റീജിയണൽ അനസ്തേഷ്യ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നങ്ങാണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ചില ഇൻസ്ട്രക്ഷൻ ഉണ്ടല്ലോ. While using this anesthesiologist എന്ത് ചെയ്യണം? പേഷ്യന്റിന്റെ ബ്ലഡ് ലെവൽ മോണിറ്റർ ചെയ്യണം, ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യണം, റിതം നോക്കണം, പിന്നെ ടെമ്പറേച്ചർ, ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് അല്ലെ, ഈ അബോധാവസ്ഥയിലെ അല്ലെങ്കിൽ ബോധമൊക്കെ നോക്കിയിട്ട് വേണം. അതായത് വേഗം തന്നെ ഈ മരുന്ന് കൊടുത്തു ഇത്ര സമയം കഴിഞ്ഞ് കഴിയുമ്പോ തന്നെ ഒരു പർട്ടിക്കുലർ ടൈം ഉണ്ട്, 5 മിനിറ്റ് 10 മിനിറ്റ് അരമണിക്കൂർ എത്രയാണെന്ന് അറിയില്ല. ആ സമയം കഴിയുമ്പോ തന്നെ എന്ത് ചെയ്യണം? വേഗം ഓപ്പറേറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. ആ സമയം കഴിഞ്ഞതിന് ശേഷം ഈ പേഷ്യന്റിനെ ഒന്ന് നോക്കണം അല്ലെ, അവരുടെ കോൺഷ്യസ് ലെവൽ എത്രത്തോളം ഉണ്ട്, ബോധം ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊക്കെ എന്താ പറയാ തൊട്ട് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടോ മനസ്സിലാക്കണം. ഇന്ന സ്ഥലത്ത് വേദനയുണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് അറിയണം. അതിനുശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ചിലർക്ക് പെട്ടെന്ന് അബോധാവസ്ഥയിലാകാം, പക്ഷെ ചിലർ പെട്ടെന്ന് അബോധാവസ്ഥയിലേക്ക് പോവില്ല. അതുകൊണ്ടാണ് അത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത് ബിഫോർ ഡൂയിങ് ദ സിസേറിയൻ ഒക്കെ. അതിന്റെ മാത്രമല്ല ഓക്സിജന്റെ അളവ്, ബ്ലഡിൽ എത്രത്തോളം ഓക്സിജൻ ലെവൽ ഉണ്ട് അതും മനസ്സിലാക്കണം, അതൊക്കെ അറിയണം. അതൊക്കെ ഈ റീജിയണൽ അനസ്തേഷ്യയിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അത് കഴിഞ്ഞ് പഠിച്ചത് ഏതാ? ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇവിടെ എന്താ പഠിച്ചേ?
acute life-threatening illness Rare ഉള്ള in patients. അതെ, അക്യൂട്ട് ലൈഫ് ത്രെട്ടനിങ് ഇൽനെസ്സുമായിട്ടാണ് ഈ ഒരു വിഭാഗത്തിലേക്ക് പേഷ്യൻസ് വരിക സാധാരണയായിട്ട്. പിന്നെ Also known as intensive treatment unit. ഇതിനെ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്നും വിളിക്കാറുണ്ട്, CCU ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് എന്ന് വിളിക്കാറുണ്ട്, പിന്നെ ഇന്റൻസീവ് ട്രീറ്റ്മെന്റ് യൂണിറ്റ് എന്ന് വിളിക്കാറുണ്ട് അല്ലേ. ഓക്കെ, ഇതൊക്കെ അതിന്റെ മറ്റു പേരുകളാണ് കേട്ടോ. അതൊക്കെ പേരുകളൊക്കെ വേറെ വേറെ പഠിച്ചു വെച്ചേക്കണം, കാരണം ചിലപ്പോ അതും വൺ വേർഡ് ആയിട്ട് ചോദിക്കാം. പിന്നെ ഇനിഷ്യൽ സ്റ്റെബിലൈസേഷന് ശേഷം ട്രാൻസ്ഫർ ഇത്തരം പേഷ്യൻസ് ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഇവരെ ഇത്തരം ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലും ചിലപ്പോ ഐസൊലേറ്റഡ് റൂംസിലൊക്കെ ചിലപ്പോ ഇവരെ എന്താ പറയാ കൂടുതൽ മെഡിക്കേഷൻ കിട്ടാൻ, മെഡിക്കൽ അറ്റൻഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇവരെ എന്താ പറയാ ഐസൊലേറ്റഡ് റൂംസിലും ചിലപ്പോഴൊക്കെ ഇടാറുണ്ട്. പിന്നെന്താ പറയാ ഇവിടുത്തെ ബെഡിന്റെ എണ്ണമൊക്കെ പറഞ്ഞല്ലോ നമ്മള്, ഒരുപാട് few number of beds ഉണ്ടായിരിക്കുള്ളൂ, വളരെ കുറച്ച് ബെഡുകളെ ഉണ്ടാകാൻ പാടുള്ളൂ ഇവിടെ. പിന്നെ ഇവിടെ ആരൊക്കെയാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഈ ഒരു വിഭാഗം? സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ആണ്. പിന്നെ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് മാത്രമല്ല നഴ്സസുമാണ്. പിന്നെ ആരെങ്കിലും കൂടെ കൺസൾട്ടന്റ്, അനസ്തെറ്റിക്സ് അതായത് അനസ്തേഷ്യ കൊടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല, എക്സ്പേർട്ടുകൾ, അവര് ഉണ്ടായിരിക്കണം. മാത്രമല്ല ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉണ്ടായിരിക്കണം. പിന്നെ ഡയറ്റീഷ്യൻസും എപ്പോഴും അവിടെ അടുത്തുണ്ടായിരിക്കണം. ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കിടക്കുന്ന ആളുകൾക്ക് തോന്നിയ രീതിയിലുള്ള ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് എന്താ പറയാ ചില ആളുകളൊക്കെ പെട്ടെന്ന് ബോധത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അബോധാവസ്ഥയിലാക്കേണ്ടതാണെങ്കിൽ അങ്ങോട്ടേക്ക് ആക്കണം. ബോധത്തിന്റെ ആ ലെവല് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ അനസ്തെറ്റിക്സ് ഉണ്ടായിരിക്കണം. ഫിസിയോതെറാപ്പി കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ, പേഷ്യൻസ് ഉണ്ടെങ്കിൽ അതിനും പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ആൾക്കാർ അവിടെ അതിനു വേണ്ടി ഉണ്ടായിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റ് അല്ലെങ്കിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്തത് ഏതാ പഠിച്ച വിഭാഗം? ഡെർമറ്റോളജി. ഡെർമറ്റോളജിയിൽ എന്തൊക്കെ പറഞ്ഞു? Deals with the treatment and disease of the skin. അതെ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസീസസ് ഓഫ് ഹെയർ, നമ്മുടെ തൊലി, ത്വക്ക്, അതുപോലെ തന്നെ മുടി, പിന്നെ എന്താ പറയാ നഖം, ഇവയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകളും ഡയഗ്നോസിസും ഒക്കെയാണ് നടക്കുക. പിന്നെ എന്താ പറഞ്ഞേ, മറ്റ് ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ട്രീറ്റ് ചെയ്യുമല്ല. എന്തൊക്കെ ഡെർമറ്റോളജിക്കൽ പ്രോബ്ലംസ് ആണ്? ആക്നെ, സ്കാർ, സ്കാറ്, പിഗ്മെന്റേഷൻ, ഹെയർ ഫോള്, അൺവാണ്ടഡ് ഹെയർസ്, സ്പ്രിംഗ്ലിംഗ് ആൻഡ് ഏജിങ് സ്കിൻ ഇവിടെയൊക്കെയാണ്. പിന്നെ മാത്രമല്ല ഡിസോർഡേഴ്സ് ഓഫ് സ്കിൻ, ഹെയർ ആൻഡ് ഓൾസോ വെനേറിയൽ ഡിസീസസ്, ലൈംഗികമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ചിലർക്കൊക്കെ. അത്തരം കാര്യങ്ങൾക്കും പിന്നെ ഏറ്റവും വൈഡ് റേഞ്ച് ഇന്ന് ഉപയോഗപ്പെടുന്നത് ഏതാണെന്ന് അറിയാമോ? കോസ്മെറ്റിക് ഡെർമറ്റോളജി സേവനങ്ങളാണ് ഇന്ന് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. കോസ്മെറ്റിക് ഡെർമറ്റോളജി എന്ന് വെച്ചാൽ നമ്മൾ പലതരത്തിലുള്ള കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ചില മാറ്റങ്ങളൊക്കെ അപ്പൊ സ്കിന്നിലും അതുപോലെ തന്നെ മുടിയിലും അതുപോലൊക്കെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഒരുപാട് കാര്യങ്ങളാണല്ലോ ആർട്ടിഫിഷ്യൽ ആയിട്ട് ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുടിക്കായിട്ട് ഫേസിനായിക്കോട്ടെ. അപ്പൊ അതുകൊണ്ടും ദോഷഫലങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരം ട്രീറ്റ്മെന്റുകളൊക്കെ ഈ ഒരു വിഭാഗത്താണ് നടക്കുക. അടുത്തത് ഏതാ? ഇതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്ട്രാ ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് കൂടാതെ? ഇല്ല. ഹലോ, നമ്മളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? ഇല്ലെന്നാണ് ചോദിക്കണേ. ഓക്കെ, പറയാ മതി. അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണം. ഓക്കെ, അടുത്ത വിഭാഗം ഏതാണ്? ENT, നോസ് ത്രോട്ട് അല്ലേ? ENTയിൽ എന്തൊക്കെ പഠിച്ചു? എന്താ പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ? ear, nose, and ear, nose, throat ഈ കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യപ്പെടുന്ന പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഡീൽ ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെന്റുകൾ ഈ ഒരു ഭാഗത്തുണ്ടാകുന്ന ഇയർ, നോസ്, ത്രോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്താ പറയാ സർജിക്കൽ ട്രീറ്റ്മെന്റുകളും ഒക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടും. പിന്നെ
ഒട്ടോലാരിംഗോളജിസ്റ്റ് ഓട്ടോലാറിംഗോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ENT സർജൻ, ENT സ്പെഷ്യലിസ്റ്റ് ആണ് ഈ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ നടത്തുന്നത്. പിന്നെ അത് മറക്കാൻ എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള എന്താ പറയാ ട്രീറ്റ്മെന്റുകളാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ, ഇയർ, നോസ്, ത്രോട്ട്, നേസൽ പാസേജ്, പിന്നെ സൈനസ്, ലാരിങ്സ് അതായത് നമ്മുടെ വോയിസ് ബോക്സ്, പിന്നെ ഓറൽ ക്യാവിറ്റി, പിന്നെ മൗത്ത്, ത്രോട്ട്, പിന്നെ ഈ നമ്മുടെ നെക്കിന്റെ ഒക്കെ സ്ട്രക്ചറിൽ ചില ആളുകളിലൊക്കെ ജനിക്കുമ്പോഴേ തന്നെ ഇങ്ങനെ കഴുത്തൊക്കെ കുറച്ച് ചെരിഞ്ഞൊക്കെ ഇരിക്കുക, അതിന്റെ അങ്ങനെയുള്ള ഡിസോർഡേഴ്സ് ഒക്കെ ഇവിടെ ആണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ ഫേസിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ മാത്രമല്ല വെറൈറ്റീസ് ഓഫ് എയിൽമെന്റ്, വെറൈറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റുകൾ, ലൈക്ക് കുറെ ട്രീറ്റ്മെന്റുകളുടെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണത് വായിച്ചു നോക്കിയേ. ജനറൽ ഇയർ, പിന്നെ ക്യാൻസർ ഓഫ് ഹെഡ് നെക്ക് ഏരിയ, പിന്നെ ENT അലർജി പ്രോബ്ലംസ്, ബാലൻസിംഗ് ആൻഡ് ഹിയറിംഗ് ഡിസോർഡർ, വോയിസ് ഡിസോർഡേഴ്സ്, സലൈവറി ഗ്ലാൻഡ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഇയർ, നോസ്, ത്രോട്ട് എന്ന് പറയുന്നത്. ഇയർ, നോസ്, ത്രോട്ടുമായിട്ട് ബന്ധപ്പെട്ട സാധാരണ ഉണ്ടാകുന്ന അസുഖങ്ങൾ, ഇപ്പൊ ചെവിയില് വേദനകള്, മൂക്കിലുണ്ടാകുന്ന അസ്വസ്ഥതകള്, അലർജി പ്രോബ്ലംസും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ENTയിൽ അലർജി പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നതുണ്ട്. നെക്ക് ലംസ്, കഴുത്തിലുണ്ടാകുന്ന ചെറിയ നീര് അല്ലെങ്കിൽ മുഴ ഒക്കെ പോലെയുള്ളത്, ചിലതൊക്കെ ട്യൂമറസ് ആയിട്ടുള്ളതും ഉണ്ട്, അതുപോലെ അല്ലാത്തതും ഉണ്ട്. അപ്പൊ ട്യൂമറായിട്ട് അല്ലെങ്കിൽ ക്യാൻസറസ് ആയിട്ടുള്ള മുഴകളൊക്കെ ഉണ്ടാവാറുണ്ട്, അതൊക്കെ ട്രീറ്റ് ചെയ്യപ്പെടും കഴുത്ത് ഒക്കെയുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ എന്താ പറയാ, ടിയർ ഡക്ട് പ്രോബ്ലംസ് നമ്മൾ പറഞ്ഞു, കണ്ണുനീര് ഉൽപാദനം കുറയുന്ന ഒരവസ്ഥ, അത് കണ്ണുനീര് പുറത്തേക്ക് പോകാത്ത അവസ്ഥ, അതൊക്കെ ചില ഇതുവഴിയൊക്കെ അവര് പാസേജ് ഒക്കെ ക്ലിയർ ആക്കി കൊടുത്ത് ഉള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ബാലൻസിങ്, ഹിയർ ബാലൻസിങ് ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ, ഹിയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. ഇപ്പൊ കോമൺ ആയിട്ട് കിടക്കുന്ന ഒരു അസുഖമാണിത്, ഇയർ ബാലൻസിന്റെ അസുഖം. എന്ന് വെച്ചാൽ നമ്മുടെ ചെവിക്കകത്തുള്ള ഒരു ഫ്ലൂയിഡ് ഇങ്ങനെ എന്താ പറയാ ബാലൻസ് തെറ്റി പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലകറക്കം അല്ലെങ്കിൽ ഛർദില് അതൊക്കെ ഉണ്ടാകും. പിന്നെ സ്നോറിങ്, കൂർക്കം വലി, അലർജി പ്രോബ്ലംസ്, സലൈവറി ഗ്ലാൻഡ്, നമ്മുടെ ഉമിനീർ ഉൽപാദന ഗ്ലാൻഡുകളുടെ ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന ഡിസീസസ്, അതുപോലെ തന്നെ വോയിസ് ഡിസോർഡേഴ്സ്, ശബ്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, വേരിയേഷൻസ് ഒക്കെ, പെട്ടെന്ന് ശബ്ദമൊക്കെ വേറെ രീതിയിലൊക്കെ ആയി പോകുക, അതൊക്കെ ആണ് ഇവിടെ ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. പിന്നെ അടുത്തത് ഏത് വിഭാഗമാണ് പഠിച്ചത്? എൻഡോക്രൈനോളജി. എൻഡോക്രൈനോളജി എന്തിനെ സംബന്ധിക്കുന്ന ഒരു സ്റ്റഡിയാണ്? എൻഡോക്രൈൻ സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റത്തെ സംബന്ധിക്കുന്ന ഒരു ഇതാണ്. പിന്നെ ഇറ്റ് ഇൻക്ലൂഡ്സ് പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ്. റേഞ്ച് ഓഫ് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്ന എല്ലാത്തിനെയും സംബന്ധിക്കുന്ന ഒരു പഠനമാണ് എൻഡോക്രൈനോളജിയിലുള്ളത്. അപ്പൊ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ ഒരു വൈഡ് ഏരിയ ഉണ്ട്. അതിനകത്ത് ഉൾപ്പെടുന്നതാണ് പാൻക്രിയാസ്, തൈറോയിഡ്, പാരാതൈറോയിഡ്, പൈനിയൽ, ഹൈപ്പോതലാമസ്, അഡ്രീനാൽ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഓവറീസ് ആൻഡ് ടെസ്റ്റിസ്. കണ്ട, ഇത്രയും വൈഡ് റേഞ്ച് ഓഫ് ഒരു ട്രീറ്റ്മെന്റുകളാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. മാത്രമല്ല ഇത് മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡ്, ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളില്ലേ, അതിന്റെ ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങള് ഇതൊക്കെ. ഇനി മാത്രമല്ല ഈ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ടും ഒഫ്താൽമോളജിക്ക് ക്ലോസ്, അല്ലെങ്കിൽ റേഡിയേഷൻ, ഓങ്കോളജി, സർജറി, ഒബ്സ്റ്റട്രിക്സ്, പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ, ഇത്തരം വിഭാഗങ്ങളുമായിട്ട് ഒരു എന്താ പറയാ ഒരു കൊളാബറേഷൻ ഉള്ളതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. കാരണം അവിടെ നിന്നൊക്കെ റെഫർ ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും ഈ ഒരു വിഭാഗത്തിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുവരേണ്ടി വരും. അത് കണ്ണുമായി ബന്ധപ്പെട്ടതാകാം, റേഡിയേഷൻ, ഓങ്കോളജി, നമ്മുടെ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് റേഡിയേഷൻ ഒക്കെ കൊടുക്കേണ്ടി വരുന്നത്, സർജറി, പിന്നെ ഒബ്സ്റ്റട്രിക്സ് അതായത് പ്രസവാനന്തര ശുശ്രൂഷകളും മറ്റു കാര്യങ്ങളൊക്കെ, ട്രാൻസ്പ്ലാന്റേഷൻസ്, അതുമൊക്കെ ഈ ഒരു എൻഡോക്രൈനോളജിയിൽ വരുന്ന ഒരു വിഭാഗമാണ്. ഇത്തരം മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള എന്താ പറയാ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ് ഈ ഒരു സ്ഥലത്ത് കിട്ടുക. മാത്രമല്ല മറ്റു തരത്തിലുള്ള പ്രോബ്ലംസ് അത് ഏതൊക്കെയാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണത് മറ്റു പ്രോബ്ലംസ്? തൈറോയിഡ് ഡിസോർഡർ,
ഓസ്റ്റിയോപോറസിസ്, കാൽഷ്യം അല്ലെങ്കിൽ ബോൺ ഡിസോർഡേഴ്സ്, അത് പറഞ്ഞില്ലല്ലോ. പിറ്റ്യൂട്ടറി ഗൊണാഡ് പറഞ്ഞ സൗണ്ട് പോണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പറയുന്നത് കേൾക്കണ്ടോ ക്ലിയർ ആയിട്ട്? അവിടെ നിന്ന് ഇങ്ങോട്ട് വരണതിൽ ബ്രേക്ക് ചെയ്ത് വരണ പോലെ തോന്നുന്നു. കുറച്ച് കേൾക്കണല്ലോ, കുറച്ചിങ്ങനെ പോകണം. ഓക്കെ, പിറ്റ്യൂട്ടറി ഗൊണാഡ് അഡ്രീനൽ ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസോർഡേഴ്സ്, പിന്നെ ട്രാൻസ്ജെൻഡർ, ഇന്റർസെക്സ് മെഡിസിൻ, ട്രാൻസ്പ്ലാന്റേഷൻ, ഇതൊക്കെ ഇവിടെ എൻഡോക്രൈനോളജി സിസ്റ്റത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് എൻഡോക്രൈനോളജിയിൽ താഴെ പറയുന്നതിൽ ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാ വരിക എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എൻഡോക്രൈനോളജിയിലുള്ളതും ജെറിയാട്രിക്സിലുള്ളതും ഒക്കെ മിക്സ് ചെയ്തൊക്കെ വരും. അപ്പൊ അതൊക്കെ അങ്ങനെ പഠിച്ചു വെക്കണം, ഏതൊക്കെ ട്രീറ്റ്മെന്റുകളാണ് ഇന്നതിന്റെ വിഭാഗത്തിൽ വരിക എന്ന് കേട്ടാ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, രോഗത്തിന്റെ പേര് മാറ്റി, ഡിപ്പാർട്ട്മെന്റ് മാറ്റിയൊക്കെ തരും. ഓക്കെ, അങ്ങനെ പഠിക്കണം അന്നേരം. അടുത്ത വിഭാഗം ഏതാണ്? ജെറിയാട്രിക്സ്. എന്തിനാണ് ഉള്ളത് ജെറിയാട്രിക്സ്? എന്ത് വിഭാഗമാണ്? എൽഡർലി സഫറിംഗ് പേഷ്യൻസിന് വേണ്ടിയുള്ള എൽഡർലി പീപ്പിളിന്റെ രോഗത്തിന്റെ ഒക്കെ ഡിസോർഡേഴ്സിനൊക്കെ ഉണ്ടാകുന്ന ഒരു ട്രീറ്റ്മെന്റുകളാണ് ഇവിടെ നൽകപ്പെടുന്നത്. പിന്നെ എൽഡർലി പീപ്പിളിൽ ഉണ്ടാകുന്ന വൈഡ് റേഞ്ച് ഓഫ് ഇൽനെസ്സുകൾ ഏതൊക്കെയാ? സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റീസ്, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ്, സിൻകോപ്പ് ആൻഡ് ബോൺ ഡിസീസ്. സിൻകോപ്പ് എന്താന്നാ പറഞ്ഞത്? ലോസ് ഓഫ് കോൺഷ്യസ്നെസ്. അതായത് ബോധം നഷ്ടപ്പെടുക, അതായത് തല ചുറ്റിക്ക് അങ്ങനെ വീഴുക. അത് കൂടുതലും എന്താ പറയാ, എന്തിന്റെ ഫലമായിട്ടാ അങ്ങനെ ഉണ്ടാകുക? ബ്ലഡ് അല്ലെ, ലോ ബ്ലഡ് പ്രഷർ ആണ് കേട്ടോ. അത് കണ്ടാണ് ഇപ്പൊ നമ്മളുടെ ഹാർട്ടിലേക്ക് ഇനഫ് ഓക്സിജൻ ഉണ്ടാകാതെ വരുന്ന അവസ്ഥ, ബ്ലഡിലേക്ക് ഇനഫ് ഓക്സിജൻ ഉണ്ടാകാതെ അവസ്ഥയാണ്. അപ്പൊ വരുമ്പോ അൺകോൺഷ്യസ് ആയി പോവുകയും തല ചുറ്റിയൊക്കെ വീഴാനുള്ള, അതാണ് സിൻകോപ്പ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ബോൺ ഡിസീസസും ഇവിടെയാണ് ട്രീറ്റ് ചെയ്യപ്പെടുക. എല്ലും സംബന്ധമായിട്ടുള്ള ചില ഇതൊക്കെ വയസ്സായാലും ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള അസുഖങ്ങളാണ് ഇതൊക്കെ. സ്ട്രോക്ക്, ഗ്യാസ്ട്രോഎൻട്രോളജി, ഡയബറ്റീസ്, ലോക്കോമോട്ടോസ് പ്രോബ്ലംസ് എന്ന് വെച്ചാൽ നീങ്ങാനോ നടക്കാനോ ഇരിക്കാനോ ഒക്കെ വലിയ ബുദ്ധിമുട്ട്, കാലൊക്കെ മടക്കാനും ചുരുക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വസ്തുമൊക്കെ പിടിക്കുമ്പോ അതിന് ബലം കിട്ടാണ്ടിരിക്കുക, കൈയൊക്കെ ഇങ്ങനെ സ്റ്റിഫ് ആകുക, അതൊക്കെ വയസ്സാകുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളാണ്. അതൊക്കെയാണ് സിൻകോപ്പ്, ബോൺ ഡിസീസസ്. പിന്നെ മാത്രമല്ല ഇതൊരു കമ്മ്യൂണിറ്റി സർവീസസും ഈ ഒരു വിഭാഗം നൽകുന്നുണ്ട്. കമ്മ്യൂണിറ്റി സർവീസ് എന്തൊക്കെയായിരുന്നു? കമ്മ്യൂണിറ്റി മൊബൈൽ തെറാപ്പി യൂണിറ്റ്സ് അല്ലെ, മാത്രമല്ല പാലിയേറ്റീവ് കെയർ. ഇത് രണ്ടും, മൊബൈൽ തെറാപ്പി യൂണിറ്റും പാലിയേറ്റീവ് കെയർ യൂണിറ്റും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി സർവീസസ് ആണ്, സാമൂഹ്യ സേവനങ്ങളാണ് ഇതൊക്കെ. പിന്നെ അടുത്ത വിഭാഗം ഏതാ പഠിച്ചേ? ജനറൽ മെഡിസിൻ. ജനറൽ മെഡിസിനിൽ എന്താ പഠിച്ചത്? ഡീൽസ് വിത്ത് പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, ഡിസീസ് അല്ലെ. അതായത് എന്താ പറയാ, പ്രായം പൂർത്തിയായവർക്ക് ഉള്ള ചില ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, അവരുടെ രോഗം ഏതാണെന്ന് നോക്കുക, പരിശോധിക്കുക, അതിനെ ഡയഗ്നോസിസ് ചെയ്യുക, അത് വരാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതൊക്കെയാണ്. അഡൽറ്റിന്റെ ആണ് കേട്ടോ, പ്രായപൂർത്തിയായവരുടെ രോഗങ്ങളൊക്കെ, സാധാരണ ഉള്ള രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെഡിസിൻ ആണ് ജനറൽ മെഡിസിൻ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാ? സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു ജനറൽ പ്രാക്ടീഷണർ ആണ്, അല്ലെങ്കിൽ GP എന്ന് പറയുന്ന ജനറൽ പ്രാക്ടീഷണർ, അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ എന്ന് വെച്ചാൽ ഹു വിൽ നോട്ട് ബി എ സ്പെഷ്യലിസ്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഏരിയ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളേ അല്ല, മനസ്സിലായോ? ഒരു വിഭാഗം മൊത്തത്തിൽ പഠിച്ച ആളല്ല, എല്ലാത്തിനെയും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ജനറൽ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾക്കൊക്കെ സ്പെഷ്യലൈസ് ചെയ്തൊന്നിലും പഠിച്ചിട്ടില്ല, എന്നാൽ അദ്ദേഹം ഒരു ഡോക്ടറായി മാറിയത് പല മേഖലകളിലും ഉണ്ടാകുന്ന സാധാരണ കോമൺ ആയിട്ടുണ്ടാകുന്ന പല കാര്യങ്ങളെയും ചികിത്സിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ MBBS വിത്ത് MD ജനറൽ മെഡിസിനിലാണ്. MD എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ഒരു ക്വാളിഫിക്കേഷൻ ആണ് അദ്ദേഹത്തിന് വേണ്ടത്, ജനറൽ ആയിട്ട് വേണ്ടത്. പിന്നെ അടുത്ത ഏതാ വിഭാഗം? ഗ്യാസ്ട്രോഎൻട്രോളജി. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗ്യാസ്ട്രോഎൻട്രോളജി. അബ്ഡോമിനൽ ആയിട്ടുള്ള നമ്മളുടെ എന്താ പറയാ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഡയഗ്നോസിസും ട്രീറ്റ്മെന്റും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അത് തീർച്ചയായിട്ടും പ്രധാനമായിട്ടും അത് എഫക്ട് ചെയ്യുന്നത് ഏതൊക്കെ ഭാഗങ്ങളെയാണ്? ഈസോഫാഗസ്, stomach,
സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെ, ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, കോളൻ, റെക്ടം. ആ വാക്കുകളൊന്നും മറക്കണ്ട. ഇതൊക്കെ ഏത് വിഭാഗത്തിലെ വരികയെന്നൊക്കെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കും. ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ വരുമോ, ജെറിയാട്രിക്സിൽ വരുമോ, ഇന്നതൊക്കെ ഏത് വിഭാഗത്തിലാ വരികയെന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പൊ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മളുടെ ഈസോഫാഗസ്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്റ്റൊമക്ക്, ലിവർ, പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ ഒക്കെ ഏത് വിഭാഗത്തിൽ വരും, ഏത് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസ് ആണ് ഇവിടെ കൊടുക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പിന്നെ ഇതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ നഴ്സസ് ആയിരിക്കും ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. എന്തായിരിക്കും കാരണം? അതിന് അവരെ അപ്പോയിന്റ് ചെയ്യണേ സാധാരണ നഴ്സസ് ആയാലും പോരെ, സ്പെഷ്യൽ നഴ്സസ് വരേണ്ടതിന്റെ ആവശ്യകത എന്താ എവിടെയാ? ബവൽ ഇൻവെസ്റ്റിഗേഷൻ. ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ്, അതായത് നമ്മുടെ ഡൈജഷനുമായി ബന്ധപ്പെട്ട കുറെ എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻസ് വയറിന്റെ ഉള്ളിലുള്ള കൂടുതലും ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ഈസോഫാഗസ് ഒക്കെ നമ്മൾ പറഞ്ഞത് നമ്മുടെ എന്താ പറയാ ഭക്ഷണം കടന്നു പോകുന്ന നമ്മുടെ ഈ കുഴല് തുടങ്ങി അങ്ങോട്ടേക്ക് അറ്റം വരെ അത് വയറിനകത്തേക്ക് എത്തുന്നത് വരെയുള്ള എന്താ പറയാ, ഈസോഫാഗസ് പറഞ്ഞാൽ അറിയാലോ അല്ലെ, നമ്മുടെ ഒരു പാർട്ട് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. വായിൽ നിന്ന്, മൗത്തിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് ഫുഡ് എത്തിക്കുന്ന ഒരു ട്യൂബാണ്, ലോങ് ട്യൂബാണ്. അപ്പൊ അവിടെ തുടങ്ങിയുള്ള അതിങ്ങനെ നീങ്ങുമ്പോഴൊക്കെ ഡൈജസ്റ്റീവ് പ്രോസസ്സിലെ ഒരു ഭാഗം തന്നെയാണ്. അപ്പൊ അത് വയറിനകത്ത് എത്തി ലാർജ് ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ വഴിയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ ഡൈജഷന്റെ പ്രക്രിയകൾ പകലതും അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനുണ്ടാകുന്ന പല ഡിഫക്റ്റുകളും കണ്ടെത്തി അതിന് ചികിത്സിക്കുകയാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന പ്രധാനമായിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് രീതിയാണ് ഏത്? അത് വരുന്നൊരു ടെസ്റ്റിംഗ് രീതി ഉണ്ടല്ലോ, എൻഡോസ്കോപ്പി. എൻഡോസ്കോപ്പി മറക്കണ്ട. ഗ്യാസ്ട്രോഎൻട്രോളജിയിൽ വരുന്ന ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഏതാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് എൻഡോസ്കോപ്പി ആണ്. സ്പെഷ്യൽ നഴ്സസ് ആണ്. അപ്പൊ ഈ എൻഡോസ്കോപ്പിയിലൂടെ ഈ സംഭവം എന്താണെന്ന് കണ്ടെത്തണം, വയറിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തണം. അപ്പൊ അങ്ങനെയാണെങ്കിലും സാധാരണ നഴ്സസ് പോയിട്ട് അത് നോക്കാൻ നിന്നിട്ട് കാര്യമില്ല. അതിന് സ്പെഷ്യൽ ഈ ഒരു കാര്യത്തെ കുറിച്ച് ബോവൽ ഇൻവെസ്റ്റിഗേഷൻസ് നടത്താൻ അറിയാവുന്ന എന്താ പറയാ നഴ്സുമാർ തന്നെ വേണ്ടി വരും ഇതിനകത്തേക്ക് പോകാനായിട്ട് കേട്ടോ. അതുകൊണ്ടാണ് സ്പെഷ്യൽ അവരെ തന്നെ വിടുക. പിന്നെന്താ പറഞ്ഞത് നമ്മള്? എന്റെ ഇടയിൽ ഒരു കുഞ്ഞൊരു ടോപ്പിക് പറഞ്ഞു, ഹെപ്പറ്റോളജി എന്ന് പറയുന്നു. അതായത് അത് ലിവർ അല്ലെ, ലിവർ ഡിസോർഡേഴ്സുമായിട്ട് സഫർ ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെപ്പറ്റോളജി എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഏതാ? അടുത്ത വിഭാഗം ഹലോ 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 ഉണ്ട് മിസ്സേ. പറ, വിഭാഗം ഏതാ? ഗൈനക്കോളജി. ഗൈനക്കോളജിയിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ്. വിമൻസ് ലൈഫ് യൂണിക് ചേഞ്ചസ് ഒക്കെ അറിയുന്നതാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് ആ യൂണിക് ചേഞ്ചസ് എന്ന് ചോദിക്കാൻ വേണമെങ്കിൽ ഏതൊക്കെയാണ് യൂണിക് ചേഞ്ചസ്? മെനാർക്ക്, കൺസെപ്ഷൻ, പ്രഗ്നൻസി, സ്ത്രീ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പലതരത്തിലുള്ള മാറ്റങ്ങളാണ്. ഈ മാറ്റങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. മെനാർക്ക്, കൺസെപ്ഷൻ, പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത്, മെനോപോസ്, ഈ വ്യത്യസ്ത ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്നതാണ് ഒരു സ്ത്രീയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ സ്പെഷ്യാലിറ്റീസ് ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ്. ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ്, ഇൻഫെർട്ടിലിറ്റി എന്നീ 3 റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ബ്രാഞ്ച് ഓഫ് മെഡിസിനും ഇവിടെ ഡീൽ ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും. അത് ഗൈനക്കോളജി, ഒബ്സ്റ്റെട്രിക്സ്, ഇൻഫെർട്ടിലിറ്റി. അപ്പോ എന്താണ് ഇതിനകത്ത് വരുന്നത്? ഗൈനക്കോളജി എന്ന് പറയുന്നത് മെഡിക്കൽ സർജിക്കൽ തെറാപ്പി, മെഡിക്കൽ ട്രീറ്റ്മെന്റ് മാത്രമല്ല കൊടുക്കുന്നത്, സർജറിയും ഉണ്ട് ഇവിടെയൊക്കെ തന്നെ. അപ്പൊ മാത്രമല്ല ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു കംപ്ലീറ്റ് എന്താ പറയാ സ്പെക്ട്രം ഓഫ് ഡിസോർഡേഴ്സ്, സ്ത്രീകളിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള ഡിസോർഡേഴ്സ്, അതായത് അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന കംപ്ലീറ്റ് ഡിസോർഡേഴ്സുകൾ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു കംപ്ലീറ്റ് സ്പെക്ട്രം എന്ന് പറയാം, ഒരു പൊതുവായ ഒരു സ്ഥലമാണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞത് ഏതാ? ഒബ്സ്റ്റെട്രിക്സ് ആണ്. പറഞ്ഞ എന്താണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്? കെയർ ഓഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്.
അതന്നെ. അതായത് ഡീലിംഗ് വിത്ത് ദ കെയർ ഓഫ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, മാത്രമല്ല ഡ്യൂറിങ് ദ ചൈൽഡ് ബർത്ത് ഉണ്ട് കേട്ടാ. ബിഫോർ, ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അതായത് കുട്ടി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് തുടങ്ങി ഉണ്ടാകുന്നതിന്റെ ആ പീരീഡ് മൊത്തം, പിന്നെ ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം. അതായത് ഒരു കുട്ടിയെ എന്താ പറയാ ഉള്ളില് വഹിക്കുന്ന ക്യാരിങ് ചെയ്യുന്ന സമയത്ത് മുതൽ തുടക്കം തുടങ്ങി അവസാനം വരെ ചൈൽഡ് ബർത്തിന് ശേഷവും ഉണ്ടാകുന്ന ട്രീറ്റ്മെന്റുകളാണ് ഒബ്സ്റ്ററ്റിക്സ് വിഭാഗത്തിൽ കൊടുക്കുക. അതിനകത്ത് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ഉണ്ട്. ഏതാണത്? ഗൈനക്കോളജിയിൽ വരുന്ന ഒരു സ്പെഷ്യൽ ഒരു ട്രീറ്റ്മെന്റ് വിഭാഗം ഏതാണത്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്നാണ്, ART എന്നാണ് അതിന്റെ ഫുൾ നെയിം. അതൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ആണ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് ഇൻഫെർട്ടിലിറ്റി. എന്താണ് ഈ ഗൈനക്കോളജിയിലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. അത് എന്തിനെ ഡീൽ ചെയ്യുന്നത്? ഇൻഫെർട്ടിലിറ്റി ബോത്ത് ഇൻ മെൻ ആൻഡ് വിമൺ, പെണ്ണുങ്ങളിലും ആണുങ്ങളിലും ഉണ്ടാകുന്ന എന്താ പറയാ വന്ധ്യതയ്ക്ക് കാരണമാകുന്ന കാരണങ്ങളൊക്കെ കണ്ടുപിടിക്കുക, അത് ഇല്ലാതാക്കി അവർക്ക് ഫെർട്ടിലിറ്റിയിലേക്ക് കൊണ്ടുവരാം, കുട്ടികളുണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറ്റാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗം കൂടിയാണ് എന്തൊക്കെയാ നമ്മൾ ഒബ്സ്റ്ററ്റിക്സ് എന്ന് വിളിക്കാം. അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സേവനമാണ്, നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സേവനമാണ് ഇത് വെട്രോ ഫെർട്ടിലൈസേഷൻ. എന്താ വെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ പറഞ്ഞിട്ടുണ്ടല്ലോ? വെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മലയാളം? കൃത്രിമ ഗർഭധാരണം. കൃത്രിമ ഗർഭധാരണം, ആർട്ടിഫിഷ്യൽ ആയിട്ട് കുട്ടി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ കൃത്രിമ ഗർഭധാരണം. അതാണ് വെട്രോ ഫെർട്ടിലൈസേഷൻ. അപ്പൊ ഈ ട്രീറ്റ്മെന്റും ഇവിടെയാണ് കൊടുക്കുന്നത്, ഗൈനക്കോളജിയിലല്ല. എന്താ പറയാ വെട്രോ ഫെർട്ടിലൈസേഷൻ വരുന്നത് ഒബ്സ്റ്ററ്റിക്സിലാണ്. അപ്പൊ അങ്ങനെയും ചോദ്യം വരാം, വെട്രോ ഫെർട്ടിലൈസേഷൻ കംസ് അണ്ടർ ഡാഷ്, ഏതിലാണ് വരികയെന്ന്. അത് ഒബ്സ്റ്ററ്റിക്സിലും ഒരു ഗൈനക്കോളജിയിലും വരുമെന്ന് കൺഫ്യൂഷൻ വേണ്ട. ഗൈനക്കോളജിയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ മൊത്തം ബാധിക്കുന്നത് അത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ, ഫീമെയിലിന്റെ കാര്യങ്ങളൊക്കെ ഡിസോർഡേഴ്സ് ഒക്കെ വരുന്നതിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ഇല്ലാതാക്കി ഇതാക്കുക. ഇനി മാത്രമല്ല ഫെർട്ടിലിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ഒബ്സ്റ്ററ്റിക്സിൽ കൃത്രിമ ഗർഭധാരണം എന്ന് പറയുന്ന ഒരു സംഭവം കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ഏതാ? ന്യൂറോളജി. ന്യൂറോളജി ാണ് പറഞ്ഞത് ഇത് ഇവിടെ ഹാൻഡിൽ ചെയ്യപ്പെടുന്നത് നെർവസ് സിസ്റ്റത്തെ സംബന്ധിച്ചുള്ള ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തിലുള്ള ഒരു പഠനവും അതിന്റെ ചികിത്സയും ഇവിടെ നടക്കുക. പിന്നെ അഫക്റ്റിംഗ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലെ, ബ്രെയിന് സ്പൈനൽ കോഡ് എന്നിവയെ സംബന്ധിക്കുന്ന പ്രോബ്ലംസ് കണ്ടെത്തി പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കൊടുക്കുക. പിന്നെ ഇൻപേഷ്യന്റ് റെഫർ ചെയ്താണ്. അതന്നെ ഇൻപേഷ്യൻസ്, അതായത് ഇവിടെ വരുന്ന പേഷ്യൻസ് മിക്കവാറും തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകൾ മറ്റേ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് റെഫർ ചെയ്തിട്ട് വരുന്ന പേഷ്യൻസ് ആയിരിക്കുള്ളൂ. അത് ഇൻപേഷ്യന്റ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യന്റ് സെറ്റിംഗ്സിൽ കൂടെ ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്ന പേഷ്യൻസിനെ തീർച്ചയായിട്ടും ന്യൂറോളജിസ്റ്റ് വിൽ മേക്ക് എ കംപ്ലീറ്റ് എന്താ പറയാ ഒരു ഇന്ററാക്ഷൻ അവരുമായിട്ട് നടത്തുന്നു. ആ ഇന്ററാക്ഷൻസിൽ നിന്ന് അവരെ കുറിച്ച് എന്തിനെ കുറിച്ചിട്ട് കോംപ്രഹെൻസീവ് മെഡിക്കൽ ഹിസ്റ്ററി ഓഫ് ദ പേഷ്യന്റിന്റെ ഒരു മൊത്തം എന്താ പറയാ വൈദ്യശാസ്ത്ര ചരിത്രം തന്നെ എടുക്കും. അവർ ആ ഹോസ്പിറ്റലിൽ വരുന്നത് എന്തൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടി നേരത്തെ മുന്നൊക്കെ വന്നിട്ടുണ്ടെന്ന്, ചിലപ്പോ ആ വന്ന ട്രീറ്റ്മെന്റുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എന്തെങ്കിലുമൊക്കെ ചിലപ്പോ ഇപ്പൊ കാണുന്ന പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളായിരുന്നിരിക്കാം വന്ന് കാണിക്കണേ. അപ്പൊ ഹിസ്റ്ററി നോക്കിയാലേ മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഒരു സ്ഥലത്ത് നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് പോയി കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ആ ഒരു സ്ഥലത്ത് തന്നെ പോകാൻ ശ്രദ്ധിച്ചാൽ കുറച്ച് ഹിസ്റ്ററി ഒക്കെ നമ്മളെ കുറിച്ചിട്ട് അവർക്ക് അവിടെ എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ പറയാ ചില ആകസ്മികമായിട്ട് നമ്മൾ വിചാരിക്കും ഇതിപ്പോ എനിക്ക് പെട്ടെന്നുണ്ടായ അസുഖമാണെന്ന് ഒക്കെ വിചാരിക്കും. പക്ഷെ നേരത്തെ നമുക്ക് പല സിംറ്റംസിലൂടെ പല രോഗങ്ങളും ഒക്കെ അവിടെ നമ്മളെ കാണിച്ചു തന്നുണ്ട്. അന്നേരം അതൊക്കെ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിച്ച് അതിനെയൊക്കെ തടസ്സപ്പെടുത്തി അവിടെ നിർത്തി. പക്ഷെ പിന്നീട് വീണ്ടും പല പ്രാവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ വേറെ അവിടെ പോയിട്ട് കുറഞ്ഞില്ല, അപ്പൊ നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ വേറെ പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ പുതിയ ഒരു മെഡിക്കൽ റെക്കോർഡാണ് അവരുണ്ടാക്കണേ. മനസ്സിലായി? പഴയതിനെ കുറിച്ച് അവർക്ക് അറിയില്ല. നമ്മൾ ഇപ്പോഴത്തെ കാര്യം അങ്ങോട്ട് ചെന്നിട്ട് പറയും അപ്പൊ നമ്മൾ ഇന്ന സ്ഥലത്ത് പോയി ഇത്ര മരുന്നുകൾ വെച്ചൊന്നും ചിലപ്പോൾ ചില ആളുകൾ അത് ഡിസ്ക്ലോസ് ചെയ്യാൻ ശ്രമിക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ അതൊക്കെ ശരിക്കും തെറ്റായ രീതിയാണ്. നമ്മൾ നേരത്തെയും ഇതിനെ ചികിത്സിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ ഇത് എന്താണ് ഇങ്ങനെ അത് മാറാതിരിക്കുന്നത്? ആ ഡോക്ടറിന്റെ മരുന്നിൽ കൂടുതലൊന്നും ഇവിടെയും കൊടുക്കാൻ പറ്റില്ല. കാരണം മരുന്നുകളൊക്കെ ഏകദേശം ഇവർ പഠിച്ചനുസരിച്ച് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് അത് അവർ പഠിച്ചു വെച്ചിരിക്കുന്ന രീതിയിൽ അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ.
അല്ലെ? അപ്പൊ അത് മാറാതിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള നല്ല ട്രീറ്റ്മെന്റ് കിട്ടണമെങ്കിൽ നമ്മൾ റെഗുലർ ആയിട്ട് ഒരു സ്ഥലത്ത് തന്നെ പോയി കാണുന്നതായിരിക്കും നല്ലത്. അതാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ ആ റെക്കോർഡ് ഉണ്ടാവും. അപ്പൊ അതെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വേഗം നാളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മാത്രമല്ല ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണം അവരെ കുറിച്ചിട്ട്, അവരുടെ നെർവസ് സിസ്റ്റത്തെ കുറിച്ചിട്ടും ഒരു ശാരീരികമായിട്ടുള്ള എക്സാമിനേഷൻ ഒക്കെ നടത്തി. അതിന്റെ കൂടെ തന്നെ എന്താ പറയാ, ഇവര് നടത്തുന്ന ഒരു എക്സാമിനേഷൻസ് ആണ് അവരുടെ പേഷ്യന്റിന്റെ കോഗ്നേറ്റീവ് ഫംഗ്ഷൻ, അതായത് വൈജ്ഞാനിക ബുദ്ധി, വിജ്ഞാനം എത്രത്തോളം ഉണ്ട്, അറിവ് അല്ലെങ്കിൽ ഓർത്തെടുത്ത് പറയാൻ പറ്റുന്നുണ്ടോ, മോട്ടോർ സ്ട്രെങ്ത് പരിശോധിക്കാം മസിൽ മൂവ്മെന്റുകളുടെ അടിസ്ഥാനത്തില്. പിന്നെ സെൻസേഷൻ റിഫ്ലക്ഷൻ, അവര് ഒരു കാര്യത്തിന് എങ്ങനെ സെൻസിറ്റീവ് ആകുന്നു, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിക്കുമ്പോൾ അതിൽ അവർ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ, അവരുടെ സെൻസേഷൻ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് കോർഡിനേഷൻ, പിന്നെ അവരുടെ നടത്തം, ഇതൊക്കെ നോക്കിയിട്ടാണ് ന്യൂറോളജിസ്റ്റുകൾ അവരുടെ രോഗത്തെ കുറിച്ച് എക്സാമിൻ ചെയ്യുന്നത്. ഇവിടെ ന്യൂറോളജിസ്റ്റ് വിൽ നോട്ട് മേക്ക് ദ സർജറി നടത്തുന്നില്ല ന്യൂറോളജിസ്റ്റ്. ഇഫ് എനി പേഷ്യന്റ് വാണ്ട്സ് എനി സർജറി, പേഷ്യന്റിന് സർജറി ആവശ്യം വേണ്ടി വന്നാൽ എന്ത് ചെയ്യും? ന്യൂറോ സർജനിലേക്ക് റെഫർ ചെയ്യും. ന്യൂറോ സർജൻ ആണ് ന്യൂറോളജിസ്റ്റില് വരുന്ന സർജറികൾ നടത്തുന്നത്. ന്യൂറോളജിസ്റ്റ് അല്ല, ന്യൂറോ സർജൻ ആയിരിക്കും. അത് മറക്കരുത്, അത് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ സർജിക്കൽ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഇന്റർവെൻഷൻ ആവശ്യമുള്ള ആളുകൾക്ക്, പേഷ്യൻസിന് ന്യൂറോ സർജനിലേക്ക് റെഫർ ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ ന്യൂറോളജി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിപ്പോ നമുക്ക് എന്താ പറയാ റിവൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം ചെയ്യാം. നിങ്ങൾ ബാക്കിയുള്ള ഭാഗം കൂടി ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. കൂടാതെ ഫാർമസി കേട്ടോ, ഇത് ഓരോ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നതുകൊണ്ടേ കുറച്ചധികം ഉണ്ട് നമ്മൾ ഇങ്ങനെ ഓർത്ത് പറയാനായിട്ട്. അടുത്ത പോർഷൻസിലേക്ക് വരുമ്പോൾ വെറുതെ നമുക്ക് ഇങ്ങനെ വായിച്ച് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അത്ര അധികം ഇല്ല. രോഗങ്ങളും രോഗത്തിന്റെ കാരണങ്ങളും അല്ലെങ്കിൽ രോഗം എന്തിനെ ബാധിക്കുന്ന, ഏത് അവയവങ്ങളെ ബാധിക്കുന്നു എന്നുള്ളതൊക്കെ പഠിക്കുമ്പോൾ കുറച്ച് കൂടുതലുണ്ടാകും, അല്ലെങ്കിൽ കുറച്ചേ ഉണ്ടാവില്ല. ഓക്കെ, ബാക്കി ഭാഗം കൂടി വായിച്ചു വരൂല്ലേ അടുത്ത ദിവസം? ഓക്കെ മിസ്സേ. ഓക്കെ, താങ്ക് യു താങ്ക് യു മിസ്സേ. ഓക്കെ.